മോദിയും മോദിയുടെ സർക്കാരും മോദിയുടെ പാർട്ടിയും ഒരുപാട് കാര്യങ്ങൾ വിജയിക്കുന്നുണ്ട്. ചില കാര്യങ്ങളിൽ വല്ലാതെ തോറ്റു പോകുന്നുണ്ടോ എന്നൊരു സംശയം കൂടി പറയാതെ വയ്യ. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്നലെ നമ്മുടെ വ്യോമസേന മേധാവി AP സിംഗ് പറഞ്ഞു, നമ്മൾ പാകിസ്ഥാനുമായുള്ള ഈ പരിമിത യുദ്ധത്തിൽ അവരുടെ 6 വിമാനങ്ങൾ, ഒരു C-130 ട്രാൻസ്പോർട്ട് കാരിയർ വിമാനം, പിന്നെ 10ഓളം കൂറ്റൻ വിമാനങ്ങൾക്ക് തുല്യം വിമാനങ്ങൾ എന്ന് തന്നെ പറയാവുന്ന എവാക്സ്, അതുകൂടാതെ വിമാനങ്ങൾ തന്നെയാണ്, ആളില്ല, പൈലറ്റില്ല വിമാനങ്ങൾ 10 പിന്നെ ഹാങ്കറുകൾ തകർത്ത് അതിനകത്തുണ്ടായിരുന്ന F-16 വിമാനങ്ങൾ, എത്രയെന്നറിയില്ല, ഒരു ഹാങ്കറിനകത്ത് എത്ര ഉണ്ടെന്ന് നമുക്കറിയാൻ കഴിയില്ല, ഇതൊക്കെ തകർത്തു എന്ന് പറഞ്ഞു. പാകിസ്ഥാൻ്റെ മന്ത്രി ഖാജ ആസിഫ് കൈയോടെ നിഷേധിച്ചിട്ട് അദ്ദേഹം ചോദിക്കുന്ന കാര്യം 3 മാസം കഴിഞ്ഞിട്ടാണോ പറയുന്നത്? ഇപ്പോഴാണോ ഇന്ത്യ പറയുന്നത്? ഇപ്പോൾ പറയുന്നതിൻ്റെ പിന്നിൽ കള്ളത്തരമാണ്, നേടാൻ വേണ്ടി പറയുകയാണ്, അത് ഫേക്കാണ് എന്ന് പറയുന്നു. പക്ഷേ മാത്രമല്ല, യുദ്ധം തുടങ്ങിയപ്പോൾ മുതൽ പാകിസ്ഥാൻ ഇങ്ങനെ വ്യാജ നറേറ്റീവുകൾ വ്യാപകമായി ഉണ്ടാക്കി. ഇന്ത്യയുടെ വിമാനം വീഴിച്ചു, അത് വീഴിച്ചു എന്നൊക്കെ പറഞ്ഞ് ലോകം മുഴുവൻ പറയുകയാണ്. എന്നിട്ട് അവരുടെ സൈനിക മേധാവിക്ക് ഫീൽഡ് മാർഷൽ പദവി കൊടുത്തു, ഞങ്ങൾ ജയിച്ചു എന്ന് കാണിക്കാൻ പറ്റി. അപ്പോൾ ഒരു നറേറ്റീവ് വാറിൽ യുദ്ധത്തിൽ നമ്മൾ ജയിച്ചു, പക്ഷേ നറേറ്റീവ് അല്ലെങ്കിൽ പ്രചരണ യുദ്ധത്തിൽ പാകിസ്ഥാൻ ജയിച്ചു. ആ പാകിസ്ഥാൻ്റെ ജയം ഉറപ്പിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി അടക്കമുള്ള ഇന്ത്യയിലെ പ്രതിപക്ഷം ഈ പാകിസ്ഥാൻ്റെ വായ്ത്താരികൾ പാടിക്കൊണ്ടു നടന്നു. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം ഞാനിപ്പോൾ കാണുന്നത്, ഇത് നിരന്തരം കാണുന്നുണ്ട്, ഈ നറേറ്റീവ് ബിൽഡിങ്ങിൻ്റെ കാര്യത്തിൽ ഇന്ത്യ ഗവൺമെൻറ്റിന് സംഭവിച്ച ഒരു വീഴ്ചയായിട്ടാണ് ഞാൻ കരുതുന്നത്. എനിക്ക് തോന്നുന്നു അത് വ്യോമസേനാ മേധാവി ഇന്നലെ പറയാതെ പറഞ്ഞു എന്ന് തോന്നുന്നു. ഞങ്ങൾക്കത് ഇപ്പോഴാണ് പറയാൻ കഴിഞ്ഞത് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പറയുന്നതിൽ നിന്ന് ആരോ വിലക്കിയിരുന്നു എന്നൊരു ധ്വനി അതിനകത്തുണ്ട്. ഇപ്പോൾ ഈ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട വിവരം, സൂക്ഷ്മമായി കാര്യങ്ങൾ അപഗ്രഥിക്കുന്ന എല്ലാവർക്കും അറിയാം. രാഹുൽ ഗാന്ധി പച്ചക്കള്ളം പറഞ്ഞ് നമ്മുടെ രാജ്യത്തെ സംവിധാനത്തെ കുറ്റം പറയുകയാണ്. മത്സരത്തിൽ തോറ്റു കഴിയുമ്പോൾ റഫറിയെ കുറ്റം പറയുന്ന ഒരു വൃത്തികെട്ട കളിയും, അതുപോലെ നമ്മുടെ തെരഞ്ഞെടുപ്പുകൾ നല്ല രീതിയിലല്ല എന്ന് പറഞ്ഞ് ലോകത്തിൻ്റെ മുന്നിൽ ഇന്ത്യയെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം കൂടിയാണ്. അതുവഴി ഒരു വലിയ കലാപം ഉണ്ടാക്കാൻ, ബംഗ്ലാദേശ് മോഡൽ കലാപം ഉണ്ടാക്കാനാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത്. പക്ഷേ അപ്പോഴും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ മിണ്ടുന്നില്ല. അവരാകെ പറയുന്നത് സത്യവാങ്മൂലം താ എന്ന് പറയുകയാണ്. ഇത് മാത്രമല്ല, അമിതാഭ് കാന്ത് എന്ന് പറയുന്ന ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്ക് വിപുലമായ അധികാരങ്ങളുള്ള ഭരണഘടനാ സ്ഥാപനമാണ്. ഈ മനുഷ്യനെ പിടികൂടാൻ ഒരുപാട് നടപടികളുണ്ട്. സ്വമേധയാ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല. കേന്ദ്ര സർക്കാരും ഈ പറയുന്ന പോലെ ഒരു വലിയ തോതിലുള്ള ഒരു ബദൽ ക്യാമ്പയിൻ ആരംഭിച്ചതായി കാണുന്നില്ല. BJPയുടെ ഭാഗത്ത് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ BJP അനുഭാവികളായ വ്യക്തികൾ വലിയ ക്യാമ്പയിനുകൾ നടത്തുന്നുണ്ടെങ്കിലും ട്രമൻഡസ് ആയിട്ട് ഇതിനെ കൗണ്ടർ ചെയ്യാനുള്ള ഒരു ക്യാമ്പയിൻ ആരംഭിച്ചതായി കാണുന്നില്ല. മറുപടിയൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ജനങ്ങളിൽ ഒരു വിഭാഗത്തിലെങ്കിലും അവിശ്വാസം, സംശയം, ആശങ്ക ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് രാഹുൽ ഗാന്ധിക്ക് എന്നത് സത്യമാണ്. മാധ്യമങ്ങൾ നല്ല തോതിൽ പങ്ക് വഹിക്കുന്നുമുണ്ട്. അപ്പോൾ ഇതിവിടെ ഈ നറേറ്റീവ് ബിൽഡിംഗ് അല്ലെങ്കിൽ പ്രൊപ്പഗാൻഡയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരും BJPയും പുറകിലാണോ? BJPയും കേന്ദ്ര സർക്കാരും പുറകില്ല. എനിക്ക് തോന്നുന്നത് മോദിയുടെ കഴിഞ്ഞ ടേം ഉണ്ടല്ലോ, ആദ്യ ടേം, ആ ടേമിൽ കുറേയും കൂടി ഇത് അഗ്രസീവായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ആ ടേമിലും ഈ ടേമിലും ആകെ ദേശീയ തലത്തിൽ പറയുന്നത്, ഈ പ്രചാരണം നടത്തുന്ന ഒരാളായിട്ട് പറയുന്നത് IT സെല്ലിൻ്റെ തലവൻ അമിത് മാളവിയ ഇടക്കിടയ്ക്ക് ചില സാധനങ്ങൾ കൊണ്ടുവരും, പൊളിച്ചുകൊണ്ടിരിക്കും. പിന്നെ മറ്റേ ഒരു MP ഇടക്കിടയ്ക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു, അങ്ങനെ ചെയ്യുന്നവരുണ്ട്, ഒറ്റയ്ക്കും തെറ്റിക്കും. നിഷികാന്ത് ദുബെ പോലെയുള്ള നിഷികാന്ത് ദുബെ, അദ്ദേഹത്തിനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ കഴിഞ്ഞ ടേമിൽ സംബിത് പാത്ര ഇടയ്ക്കിടയ്ക്ക് പത്രസമ്മേളനം നടത്തി പല കാര്യങ്ങളും കൊണ്ടുവരികയും പൊടിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനൊരു ആള് ഈ ചില സമയത്ത് നമ്മുടെ ധനമന്ത്രി, അവർ ധനമന്ത്രിയൊക്കെ ആകുന്നതിന് മുമ്പ് കുറേയും കൂടി ശക്തമായി നിർമ്മല സീതാരാമൻ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഇതുപോലെ ഇപ്പോൾ ഇയാളൊരു പവർ പോയിന്റ് പ്രസൻറ്റേഷൻ എന്നൊക്കെ വെറുതെ പറയുന്ന കുറേ ഈ മണ്ടത്തരം ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ മുഴുവൻ തെറ്റായത്. മൊത്തം വോട്ടർമാരുടെ എണ്ണം കിട്ടിയ വോട്ടായിട്ട് പറഞ്ഞു. പിന്നെ
നാലും നാലുമായിട്ട് BJP 4 കോൺഗ്രസ് ഇരിക്കുന്നു, സെൻട്രൽ ബാംഗ്ലൂർ സെൻട്രൽ ബാംഗ്ലൂർ മഹാദേവപുരം മാത്രമായിട്ട് പറഞ്ഞു. 7 എണ്ണവും കോൺഗ്രസ് ജയിച്ചപ്പോൾ മഹാദേവപുരം മാത്രമാണ് BJP ജയിച്ചതെന്ന് പറഞ്ഞു. ഇങ്ങനെ മൊത്തം പൊട്ടത്തരായിരുന്നു. ഇത് അടുത്ത ദിവസം ഇലക്ഷൻ കമ്മീഷനോ അല്ലെങ്കിൽ BJPയുടെ തന്നെ ഒരാൾക്ക് വേറൊരു പവർ പോയിന്റ് പ്രസന്റേഷൻ നടത്താവുന്നതേ ഉള്ളൂ. അതെ, അടുത്ത ദിവസം തന്നെ നടത്തണം, എന്നാലേ ഈ ബ്ലിറ്റ്സ് ക്രീഗ് എന്നൊക്കെ പറയുന്ന പോലെ വരുള്ളൂ. അല്ല, അങ്ങനെ ചെയ്യുമ്പോൾ അതിന്റെ പിറ്റേന്ന് തന്നെ BJPയുടെ ഭാഗത്തുണ്ടാകുമ്പോൾ സ്വാഭാവികമായും മീഡിയയ്ക്ക് അത് കവർ ചെയ്യേണ്ടി വരും. കാരണം രാഹുൽ ഗാന്ധിക്ക് കൊടുത്ത കവറേജ് കൊടുക്കണം എന്ന് വരും. രാഹുൽ ഗാന്ധിക്ക് സത്യത്തിൽ നോർത്ത് ഇന്ത്യയിലെ ദേശീയ ചാനലുകൾ കവറേജ് കൊടുത്തിട്ട് കേരളത്തിലാണ് കവറേജ് കൊടുത്തത്. കേരളീയർക്ക് വേണ്ടി മാത്രം നടത്തിയ ഒരു പത്രസമ്മേളനം പോലെയാണ് അത് അവസാനിച്ചത്. നോർത്ത് ഇന്ത്യയിലുമൊക്കെ ഉള്ള ഓൺലൈനും ഒക്കെ നമ്മൾ വായിക്കുകയാണെങ്കിൽ അവരിതൊക്കെ നന്നായിട്ട് പൊളിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ തന്നെ വായിച്ചു റായ്ബറേലിയിലെ ഡീറ്റെയിൽസ്. ഞാൻ വായിച്ചു ഒരു സ്ഥലത്ത് റായ്ബറേലിയിലും 000 എന്ന് പറഞ്ഞുള്ള വിലാസങ്ങൾ ധാരാളം സ്ഥലങ്ങളിലുണ്ട്. ബൂത്ത് 8 ബൂത്ത് ഇന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്തകൾ വന്നിട്ടുണ്ട്. റായ്ബറേലിയില് സിദ്ധരാമയ്യയുടെ വരുണ എന്ന് പറഞ്ഞ മണ്ഡലത്തില് ഇതുപോലത്തെ കേസുകൾ ധാരാളം ഉണ്ട്. ഇതൊക്കെ പക്ഷെ ഇതൊന്നും ജനങ്ങളിലേക്ക് എത്തുന്നില്ല. സത്യത്തില് ഇത് പല സ്ഥലത്തും ഈ ഇൻസ്റ്റാൾമെന്റ് ബേസിസിൽ പല ഭാഗങ്ങളും പൊളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ മഹാദേവപുരയിലെ മറ്റേ ശ്രീവാസ്തവയെ പറ്റി പറഞ്ഞത് പോഴത്തരം, മറ്റേത് പോഴത്തരം. ഇത് മൊത്തത്തിൽ പോഴത്തരമാണെന്നുള്ളത് പലയിടത്തായിട്ട് പല കേസുകൾ വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്നിച്ചെടുത്ത് പ്രചരിപ്പിക്കുക എന്നുള്ള പരിപാടി ഉണ്ടല്ലോ. IT സെല്ലോ അതിൻ്റെ കൺവീനർമാരോ ഇങ്ങനെ ഒരു പ്രചണ്ഡവാദം പോലെ ഇത് സംഭവിക്കുന്നില്ല. ഇത് വാസ്തവമാണ്. ഞാൻ ഈ പറഞ്ഞ സംഗതി തന്നെ റായ്ബറേലി ഇവരുടെ കീശമണ്ഡലമാണല്ലോ. സോണിയാഗാന്ധി മുതൽ ഈ കുടുംബത്തിൻ്റെ ഇവിടെ എത്രയോ കാലമായിട്ട് ഇതിങ്ങനെയാണ് എന്ന് തെളിയിക്കാനായിട്ട് ആ കണക്കുകളുണ്ട്. സത്യത്തിൽ ഇലക്ഷൻ കമ്മീഷൻ BJPയുടേതാണെന്ന് രാഹുൽ പറയുകയാണെങ്കിൽ ഇലക്ഷൻ കമ്മീഷന് വളരെ പെട്ടെന്ന് തന്നെ ഇത് കണ്ടുപിടിച്ച് ചെയ്തു കൊടുക്കാവുന്നേ ഉള്ളൂ. സത്യത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ഈ നമ്മൾ തിരഞ്ഞെടുപ്പ് കാണുമ്പോൾ തോന്നുന്നു ഇതെന്തോ ഭയങ്കര സംഭവമാണെന്ന്. സത്യത്തിൽ അങ്ങനെയല്ല. ഓരോ സംസ്ഥാനത്തെയും അവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ആണ് ഇതൊക്കെ ചെയ്യുന്നത്. അതെ, സർക്കാർ കൊടുക്കുന്ന സീനിയർ IAS ഉദ്യോഗസ്ഥന്മാരിൽ ഒരാളെയാണ് സംസ്ഥാന ഇലക്ടറൽ ഓഫീസറായിട്ട് വെക്കുന്നത്. പിന്നെ അത് ജില്ലകളിൽ ജില്ലാ കളക്ടർമാരാണ്, താലൂക്ക് ഡെപ്യൂട്ടി തഹസീൽദാർമാരാണ്, റവന്യൂ ഉദ്യോഗസ്ഥന്മാരാണ്. അതാത് സ്ഥലത്തെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ നിർവാചൻ സദൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് പലപ്പോഴും ഞാൻ പത്രസമ്മേളനത്തിന് പോയിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആസ്ഥാനം അവിടെ മുമ്പ് മലയാളി എന്ന് പറഞ്ഞിട്ട് സെക്രട്ടറിയായിട്ട് കുട്ടി എന്ന് പറഞ്ഞൊരാളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കുറേ ആ നിർവാചൻ സദനും അതിൻ്റെ അകത്തെ കുറേ ഉദ്യോഗസ്ഥരും ആണ്. ഇപ്പം നമ്മുടെ ഒരു സെക്രട്ടേറിയറ്റിൻ്റെ അത്ര വലിപ്പം പോലും അതിനില്ല. ആ ഉദ്യോഗസ്ഥർ ഇത്രയുമാണ് അതിൻ്റെ സംവിധാനം എന്ന് പറയുന്നത്. ഇലക്ഷൻ കമ്മീഷന് ഈ പറയുന്നത് പോലൊരു പ്രചാരണ സംവിധാനം ഇല്ല. അത് വേണ്ടതാണ് സത്യത്തിൽ. തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഈ ഡിജിറ്റൽ യുഗമല്ലേ ഇതിൻ്റെ അകത്ത്. ഇത് മുഴുവൻ തയ്യാറാക്കി ഈ പ്രസൻറ്റേഷനും ഒക്കെ നടത്താനായിട്ട് അവിടെ ഒരു സംവിധാനം ഉണ്ടാക്കുക. അപ്പോൾ ഇനിയുള്ള ഇങ്ങനത്തെ കാലത്ത് ഇത് വേറെ മുതലാളിമാർക്ക് വേണ്ടി ചെയ്യുന്നതാണല്ലോ. രാഹുൽ ഗാന്ധി സ്വന്തമായിട്ട് ചെയ്തതാണെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇത് ഹർഷ് മന്ദർ എഴുതിയുണ്ടാക്കിയതാണെന്ന് തോന്നി. ഹർഷ് മന്ദർ എന്ന് പറഞ്ഞാൽ പണ്ട് കളക്ടറായിരുന്ന ഒരാളാണ് മധ്യപ്രദേശിൽ. ഇയാൾ വേറെ എന്തൊക്കെയോ കേസ് വന്നപ്പോൾ രാജിവെക്കേണ്ടി വന്നിട്ട് സോണിയാഗാന്ധിയുടെ ഓഫീസിൽ ജോലിയായിട്ടിരിക്കുന്ന ആളാണ്. ഇയാളാണ് മറ്റേ ധ്രുവ് റാട്ടിക്ക് സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അത് മുഴുവൻ കുറച്ച് ശരിയുണ്ടാവും, ബാക്കി മുഴുവൻ പോഴത്തരായിരിക്കും. ഇത് ഹർഷ് മന്ദറിൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ ഭാഗമാണ് അയാൾ ശരിക്കും എന്താ ഏതാ ഈ രാഹുൽ ഗാന്ധി ക്രിസ്ത്യാനിയാണോ ഹിന്ദു ആണോ ഇസ്ലാമാണോ എന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ടല്ലോ. എന്ന് പറയുന്ന പോലെ കൺഫ്യൂഷനുള്ളവരാ. ഞാൻ മറ്റേ പൗരത്വ നിയമം വന്നാൽ ഇസ്ലാമിൽ ചേരാനും മടിക്കില്ല എന്ന് പറഞ്ഞ ആളാണ് ഈ പഞ്ചാബിയാണ്. ഇതുവരെ ചേർന്നിട്ടില്ല. ഇല്ല, ചേർന്നിട്ടില്ല, പഞ്ചാബിയാണ്. അപ്പം ഇയാൾ എഴുതി കൊടുക്കുന്നതാണ്. കുറച്ച് ശരിയുണ്ടാവും, ബാക്കി മുഴുവൻ 70% 80% മണ്ടത്തരായിരിക്കും. അപ്പം ഈ പ്രസൻറ്റേഷൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഹർഷ് മന്ദർ എഴുതിയതാണ് എന്ന് പറഞ്ഞിട്ട്.
ആയിക്കോട്ടെ, പക്ഷെ നമുക്ക് ഫാക്ട്സ് മുഴുവൻ ഈ മഹാദേവപുരയുടെ വസ്തുത മുഴുവൻ BJPയുടെ ഭാഗത്താണ്. അതാണ്. പക്ഷെ എന്നിട്ട് നമ്മുടെ മാധ്യമങ്ങളൊന്നും ഇത് കവർ ചെയ്യുന്നില്ല. കേരളത്തിൽ ഒരു പത്രത്തിലും മഹാദേവപുരയിൽ ബാംഗ്ലൂർ സെൻട്രലിൻ്റെ കാര്യത്തിൽ രാഹുൽ പറഞ്ഞത് തെറ്റാണെന്ന് ഒറ്റ പത്രത്തിൽ വാർത്തയില്ല. ഇന്ന് മനോരമയിൽ ഈ മഹാദേവപുരയിൽ 80 പേര് താമസിച്ചു അതിൻ്റെ സ്റ്റോറിയുണ്ട്, ഒരു സ്റ്റോറി ഉണ്ട്. പക്ഷേ പൊളിഞ്ഞ് പാളിസായിരിക്കുന്ന സ്റ്റോറി അതെ. മനോരമയുടെ. അവിടെ തന്നെ പറയുന്നുണ്ട്, അവിടെ പലരും വരുന്നുണ്ട്, വരുന്നവർക്കെല്ലാം ഓട്ടുണ്ട് എല്ലാം പറയുന്നുണ്ടെന്ന് മാത്രമല്ല, ഞാൻ ആദ്യമായിട്ട് ഇതിലാ വായിക്കുന്നത്, ഈ ഉടമസ്ഥൻ ഉണ്ടല്ലോ, ആ 80 പേരുണ്ടായിരുന്നു, ആ ജയറാം റെഡ്ഡിക്ക് ഇതുപോലെ ഒറ്റമുറി വീടുകൾ 35 ഈ പ്രദേശത്തുണ്ട് എന്നൊരു വാചകം ഉണ്ടായിട്ട് അകത്ത്. അതോടുകൂടി പൊളിഞ്ഞു പാളീസായി. 35 × 2 പേര് താമസിക്കുന്നു വിചാരിക്കേ ഒരു മുറിയിൽ, 35 × 2 70. ഇവിടെ തന്നെയാ ഇത്. ഈ കുടിയേറ്റ തൊഴിലാളികൾ ധാരാളമായിട്ട് താമസിക്കുന്ന സ്ഥലമായത്, വ്യവസായ മേഖലയാണ്, ഹോട്ടലുകളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ. ഇപ്പോൾ ഒരു ഉദാഹരണം നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാകാൻ എളുപ്പമുള്ളൊരു സ്ഥലം പാലായിൽ ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്റർ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ആ ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിൻ്റെ ചുറ്റുമുള്ള വീടുകളിലെ ഈ വീടുകൾ മുഴുവൻ കൺവെർട്ട് ചെയ്ത് ഡോർമിറ്ററീസ് ആയിട്ടുണ്ട്. അതെ. ഓരോ വീട്ടിലും എത്ര പേരാണ് പാലായിലെ ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിന് ചുറ്റും താമസിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. 20 പേരും 15 പേരും 30 പേരും ഒക്കെയുള്ള ഡോർമിറ്ററീസ് ആയിട്ട് ചില വീടുകളെടുത്ത് വലുതാക്കുകയും കൺവെർട്ട് ചെയ്യുകയും ഹോളുകളാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് പോസിബിളാണ്. ഇപ്പോൾ മനോരമ പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരു ഭാര്യയും ഭർത്താവുമാണ് ഈ ഒറ്റമുറിയിൽ താമസിക്കുന്നതെന്ന്. പക്ഷെ 35 സ്ഥലത്ത് കൂട്ടമായിട്ട് അവിടെ ഒരു ബ്രൂവറിയുടെ കാര്യം പറയുന്നുണ്ട്. ആ ബ്രൂവറിയിൽ ജോലി ചെയ്യുന്ന ആളുകൾ താമസിക്കുന്ന സ്ഥലമാണത്. ഇങ്ങനെ കൂട്ടമായിട്ട് താമസിക്കും. അവർ വരും, അവിടുത്തെ ജോലി കഴിയും, അത് പോകും. അവർ കൂട്ടമായിട്ട് തന്നെ പോകുന്നു, വരുന്നു. അതുകൊണ്ടുള്ള ഇത് ഗുണം. ഈ മഹാദേവപുരയുടെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വരുന്ന ആളുകളൊക്കെ നോർത്തിൽ നിന്നൊക്കെ വരുന്ന ആളുകളല്ലേ. അവർ BJPക്കല്ലേ വോട്ട് ചെയ്യുള്ളൂ. അവർ കർണാടകത്തിലെ കോൺഗ്രസ്സുകാർ. മാത്രമല്ല അവിടെ വോട്ടർമാരുടെ എണ്ണം 2.5 ലക്ഷത്തിൽ നിന്ന് 6.8 ലക്ഷമൊക്കെ ആയിട്ട് കൂടിയിട്ടുള്ളൊരു സ്ഥലമാണ് ഈ മഹാദേവപുര എന്ന് പറയുന്നത്. വസ്തുതകൾ മുഴുവൻ, കാരണം ഓരോ ആളുടെയും BJP അവിടെ ഇപ്പം മഞ്ജുള എന്ന് പറഞ്ഞ സംവരണ മണ്ഡല, ഈ മഞ്ജുള ആണിപ്പോൾ MLA 2023. മഞ്ജുളയുടെ ഭർത്താവായിരുന്നു 2008 മുതൽ അവിടെ MLA. അദ്ദേഹം കുറെ BJPക്കാരെ അന്വേഷിച്ച് കണ്ടുപിടിച്ച കാര്യമാണ് ഞാനീ പറയുന്നത്. പക്ഷെ ഇതൊന്നും മാധ്യമങ്ങളിൽ വരുന്നില്ല. ഇപ്പം നമ്മൾ പറയുന്നു, നമ്മളല്ലാതെ ഇത് ആര് പറയുന്നുണ്ട്? അതെ, ആര് പറയാനാണ്? ഇതൊക്കെ നമ്മളീ പറയുന്നതൊക്കെ BJPയുടെ ഒരു പ്രചാരണ വിഭാഗം എടുത്ത് പറയേണ്ടതാണ്. അതല്ല അവർക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ 2 പേര് പറയുന്ന ഈ സംവിധാനമാണോ സത്യത്തിൽ BJPക്കുള്ളത്? അതെ, BJP വലിയ ബംഗ്ലാവാണ് അവിടെ ആഫീസായിട്ട് കെട്ടിയിരിക്കുന്നത്. അതിൻ്റെ അപ്പുറത്ത് RSSന്റെ വലിയ ആസ്ഥാനം. ആളുകൾക്ക് ക്ഷാമമുണ്ടോ? ഒന്നുമില്ല. പക്ഷെ ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് നയിക്കാനും ഒരു പട ഇല്ല. ഒരു പട ആളുകളുണ്ട്, പക്ഷെ ഒരു പടയായിട്ട് മാറിയിട്ടില്ല. അതാണ് ആൾക്കൂട്ടം മാത്രമാണിപ്പോൾ, പടയായിട്ട് മാറിയിട്ടില്ല. അതാണ് പ്രശ്നം. ഇനിയെങ്കിലും BJP പഠിക്കട്ടെ. ഇല്ലെങ്കിൽ ദൈവത്തിന് പോലും ഈ രാജ്യത്തെ രക്ഷിക്കാൻ കഴിയില്ല. ഞാൻ BJP എന്നല്ല പറയുന്നത്, കാരണം BJP ക്ഷീണിച്ചാൽ ഈ രാജ്യമാണ് തകരാൻ പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.